യോഗത്തിൻ്റെ സ്വാഗതം പറയുന്നതിലേക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സുകുമാരൻ തന്നെ ഈ വേദിയിൽ. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും എൻ്റെ അമ്മമാർക്കും എല്ലാവർക്കും ഡാക്ടർക്കും കൗൺസിലർക്കും എല്ലാവർക്കും സ്വാഗതം പറഞ്ഞോളും. നമ്മൾ ഇന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ, ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ, റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീമാൻ ജോയി, നമ്മുടെ ഈ യൂണിറ്റിൻ്റെ നമ്മുടെ ഈ വയോമിത്രത്തിൻ്റെ സെക്രട്ടറി സുകുമാരൻ, ബഹുമാനപ്പെട്ട നാട്ടുകാർ, വയോമിത്രത്തിൽ പങ്കെടുക്കാൻ വന്ന അതിൻ്റെ ഭാരവാഹികൾ. ഇത് ഇന്നിപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഒരു പ്രധാന കാര്യങ്ങൾ, അതായത് വയോമിത്രത്തിന് വേണ്ടിയുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കാൻ കൂടിയാണ് നമ്മളിപ്പോൾ ഇത് പ്രധാനമായിട്ട് ഇതിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു ആശുപത്രിയിൽ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ. നമ്മൾ ഓരോ ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്ന് ക്യൂ നിൽക്കുന്നത് കാലത്തോട്ട് വൈകിട്ട് വരെ നിൽക്കും. മരുന്നില്ല, മരുന്ന് കുറിച്ചു കൊടുത്തു, പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കാൻ പൈസ കാണത്തില്ല. അയൽവക്കക്കാരെ നമ്മൾ കടം പിടിച്ചുകൊണ്ട് പോയി മരുന്ന് ഒതുക്കിയതെല്ലാം നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പഴയ കാലഘട്ടത്തിനനുസരിച്ച് ഇന്നത്തെ തലമുറകൾ ഈ കഷ്ടപ്പാട്, ദുഃഖം എന്ന് പറയുന്നെങ്കിലും നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിലല്ല ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. പഴയ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വെറും പച്ചരിയിട്ട് കഞ്ഞി വെച്ച് കുടിച്ച ഒരു കാലഘട്ടം പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പണ്ട് തന്നെ ഇപ്പം ഞാൻ തന്നെ ഈ ഏരിയയിൽ വന്നിട്ട് ഏകദേശം 39 വർഷമായി. അന്നൊക്കെ ഇവിടെ എല്ലാ വീടുകളിലും നിത്യവൃത്തി കഴിയാൻ വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് ആ ഒരു സെറ്റപ്പ് അങ്ങ് മാറി. അപ്പോൾ അതിനെ തുടർന്നാണ് നമ്മുടെ ഈ ചികിത്സാ സൗകര്യങ്ങളും എല്ലാം വിപുലീകരിച്ചു. പക്ഷേ ചികിത്സാ സൗകര്യങ്ങൾ വിപുലീകരിച്ചെങ്കിലും നമുക്ക് കൂടുതൽ രോഗത്തിന് നമ്മൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഒന്ന്, നമ്മളെ ഈ ജോലിയില്ല, ജോലി ചെയ്യാതെ ഉള്ള ജോലികൾ. പണ്ട് നമ്മളെല്ലാം അരിയിടിച്ചും ആട്ടിയും അങ്ങനെ വീട്ടിൽ പണിയെടുത്ത് കന്നുകാലിക്ക് പുല്ലറുത്തുമൊക്കെ പണിയെടുത്തിട്ട് എല്ലാ സ്ത്രീകൾക്കും അന്ന് കൃഷിക്കാർക്കും എല്ലാവർക്കും നമുക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്നതല്ല. ഇന്നെല്ലാം നമ്മളെല്ലാം മിക്സി, പിന്നെ ഗ്രൈൻഡർ, അതുമല്ല ഗ്യാസ്, ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ വളർത്തുന്നുണ്ട്. ഭാരവാഹികൾ തന്നെ നമുക്ക് കസേര വാടക ഇല്ലാതെ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വണ്ടിയിൽ കൊണ്ടുവരുന്നതിൻ്റെ ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ആവുന്നു. അപ്പോൾ അതിപ്പോൾ അയൽക്കൂട്ട സമാഗമ സംഗമവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഈ വയോജനങ്ങൾക്ക് വേണ്ടിയൊക്കെ അയൽക്കൂട്ടത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു ഖണ്ഡിക തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാർഡിനകത്തുള്ള ഒരു അയൽക്കൂട്ടം, അന്നപൂർണ്ണ അയൽക്കൂട്ടം, അവർ എല്ലാ അംഗങ്ങളും 12 അംഗങ്ങളാണ് ആ അയൽക്കൂട്ടത്തിലുള്ളത്. അവരെല്ലാ അംഗങ്ങളും കൂടി തീരുമാനിച്ചിട്ട് 5 കസേര നമുക്ക് വയോമിത്രത്തിന് വേണ്ടി അവർ സംഭാവനയായിട്ട് നമുക്കിന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇന്ന് ഈ കസേര നമ്മളിന്നിവിടെ ഇതിൻ്റെ ഭാരവാഹികളായ നമ്മൾ 3 പേരെ ഈ ക്ലബിൻ്റെ ഭാരവാഹികളായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ 3 പേർക്കാണ് നമ്മളത് കൈമാറുന്നത്. കാരണം ഇപ്പോൾ കൗൺസിലർ എന്നുള്ള ആ ഒരു സ്ഥാനം നമുക്ക് ഇനി ഒരു 4 വർഷക്കാലമാണ് നമുക്കുള്ളത്. ആ 4 വർഷക്കാലം കഴിയുമ്പോൾ നമ്മുടെ ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോൾ പിന്നെ അടുത്ത ആൾ വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വയോമിത്രത്തിന് വേണ്ടി നമുക്ക് കിട്ടുന്ന സംഭാവനകൾ ഈ ഇതിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയുള്ള അതൊരു സ്വത്ത് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഭാവനയായി നമ്മൾ ആ അംഗങ്ങളുടെ ഒരു പരിശോധന അതിനകത്ത് വേണം. കാര്യം നമുക്കത് കൈമോശം വരാതെ, കേടുപാടുകൾ വരാതെ നമ്മൾ തന്നെ അത് സൂക്ഷിച്ച് പെരുമാറേണ്ട ഒരു ഇത് അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇതിൻ്റെ ഭാരവാഹികൾക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്യാമ്പിലാണ് നമ്മളിവിടെ ടൂർ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പദ്ധതി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കത് എവിടെയായിരിക്കും എന്ന് വെച്ചാൽ നേരത്തെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ സാർ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തൊട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ വീടുകളിൽ നിന്ന് ഇതേപോലെ മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൈ വയ്യ, മുട്ട് വയ്യ, കാല് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കപ്പെടുന്നവരുണ്ട്, കൊണ്ടുപോകുന്നവരും കാണും. നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന മക്കളോടില്ല എന്ന് പറയുന്നില്ല. എന്നാലും നമുക്ക് നമ്മുടേതായ ഒരു കൂട്ടായ പ്രവർത്തനം, നമ്മുടെ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടി രാവിലെ പോയി വൈകുന്നേരം തിരിച്ച് വരത്തക്ക രീതിയിൽ ഒരു ടൂറും കൂടെ നമുക്കതൊന്ന് പ്ലാൻ ചെയ്തെടുക്കണം. എവിടെ പോകണം എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ
നമുക്കൊരു വനിതയെന്നുള്ളത് ഇതിനകത്തൊരു കമ്മിറ്റി അംഗമായി. ചികിത്സാ കാര്യങ്ങളും മറ്റും പറയുന്നതിലേക്കായി ബഹുമാനപ്പെട്ട ഡോക്ടറെ ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട കൗൺസിലർക്കും ക്ലബിൻ്റെ ഭാരവാഹികൾക്കും റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിക്കും എൻ്റെ നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങളെല്ലാവരും ചേർന്നിട്ട് വയോമിത്രം ക്ലബ്ബൊക്കെ രൂപീകരിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ വയോമിത്രത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എല്ലാവരും ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക, മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം. ഇനി അറിയാത്ത പ്രായമായവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ പറഞ്ഞ് ക്ലബിലോട്ട് ഈ വയോമിത്രത്തിലോട്ട് ചേർക്കണം. പിന്നെ എല്ലാവർക്കും എൻ്റെ ആശംസ. നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ KMR സെക്രട്ടറി ശ്രീ ജോയേഷൻ. നമ്മളെ വാർഡ് കൗൺസിലർ ശ്രീമതി MS മനീഷ്, ദേവയപുത്ര സെക്രട്ടറി ശ്രീകുമാറിന്, ട്രഷറർ വായമ്മ, പ്രിയ ദേവയപുത്രൻ പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, ഇതൊരു മാതൃകയാണ്. അന്നപൂർണ്ണ എന്ന അയൽക്കൂട്ടം അവർക്ക് ചെയ്ത മാതൃക. നമ്മളെ 10-13 നമ്മളെ ഈ വാർഡ് 13ഓളം അയൽക്കൂട്ടങ്ങളുണ്ട്. അവരിതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇതൊരു പരിപാടി 19 ലക്ഷത്തിന് വേണ്ടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു എല്ലാവർക്കും ഒരു ആവേശം വരുന്ന രീതിയിൽ പോകണം. ഇത് എല്ലാ മീറ്റിങ്ങിലും എല്ലാ ലേഡീസിൻ്റെ മീറ്റിംഗ് റിപ്പോർട്ട് ചെയ്ത് ഇത് അവരെ കൊണ്ടൊക്കെ നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തെ കിടക്കുകയാണ്. ആദ്യമായി എൻ്റെ പ്രസിഡന്റ് മുരളീദാസ് ഈ യോഗത്തിൽ പങ്കെടുത്ത അതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതായത് നമ്മളെ വാർഡ് കൗൺസിൽ മഞ്ജുവാണ് ഏത് കാര്യത്തിലും എല്ലാവരും കൂടെ എപ്പോഴും മുന്നോട്ട് നിൽക്കുകയും ചെയ്യുന്ന ശ്രീമതി മഞ്ജുവിനും നമ്മളെ ഈ യോഗത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തും. അടുത്ത നമ്മൾ ഡോക്ടറാണ്. പുതിയ ആളാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷം ഇന്ത്യയിലുണ്ട്. എന്നാലും ഡോക്ടർ വളരെ ആക്റ്റീവാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ വന്നില്ലെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട്. അപ്പോഴത്തേക്ക് പറഞ്ഞു വളരെ ആക്റ്റീവാണ്. എല്ലാ കാര്യങ്ങളും വളരെ സൗമ്യയുടെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഡോക്ടറെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഡോക്ടറെ ഞാൻ ഈ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മളെ ഇതിൻ്റെ സെക്രട്ടറി, വയോമിത്രത്തിൻ്റെ സെക്രട്ടറി അശ്വിൻ സുകുമാറിന് രാമകൃഷ്ണൻ രാവിലെ 9 മണിക്ക് ഇവിടെ എത്താറുണ്ട്. ഇവിടെ വന്ന് എല്ലാം കസേരയൊക്കെ എടുത്ത് വെച്ച് എൻ്റെ ബുക്കൊക്കെ എടുത്ത് വെച്ച് ആൾക്കൂടെ എഴുതി വളരെ നന്നായി ഭംഗിയായി ഇത് തീർന്നിട്ട് പോകുള്ളൂ. അവസാനം ഈ എല്ലാം കസേരയൊക്കെ മടക്കി വെച്ചിട്ട് ഇവിടുന്ന് പിരിയാറ്. സുകുമാറിനെ ഞാൻ ഈ രേഖപ്പെടുത്തുന്നത്. പിന്നെ നമ്മളെ ഇള്ളതിച്ചാണ് ഇവിടെ താമസിക്കുകയാണെങ്കിലും എൻ്റെ ട്രഷറാണ് ചേച്ചി, ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളെ ഈ ഇന്ന് പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ